ഗ്രോ ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് സ്റ്റോക്സ് വാങ്ങിക്കാം, വിൽക്കാം, പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എങ്ങനെ ഈ ഗ്രോയുടെ ബ്രോക്കർ അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ആഡ് ചെയ്യാം. ഇനി അതേസമയം നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത് ആ പണം എങ്ങനെ തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്താം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണും. അത് മാത്രമല്ല, ബേസിക് ആയിട്ട് ഗ്രോ ആപ്പിൽ കയറിയിട്ട് നമ്മൾ അറിയേണ്ടതും കാണേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വോക്ക് ത്രൂ പോലെ ഈ വീഡിയോയിൽ കൂടെ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ ഗ്രോ സ്പോൺസേഡ് അല്ല. ഞാൻ 2026 വേണ്ടിയിട്ട് ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏത് ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് വേണം ഞാനൊരു വോക്ക് ത്രൂ നടത്താൻ എന്ന് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തത് ഗ്രോ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രോ ചെയ്യുന്നത്. ഇനി ഗ്രോ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ അപ്സ്റ്റോക്സ്, സെറോദ, ഏതെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം താഴെ കമൻറ്റ് ചെയ്താൽ ഓരോന്നായിട്ടും കംപ്ലീറ്റ് വോക്ക് ത്രൂ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഗ്രോയിൽ അക്കൗണ്ട് ഇല്ല. കാരണം ഞാനൊരു NRI ആണ്. NRIസിനെ ഗ്രോ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഗ്രോയുടെ വോക്ക് ത്രൂ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരു അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇത് കയ്യിലിരിക്കുന്ന ഒരു അക്കൗണ്ട് വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമുക്ക് തന്നിട്ട് ആ വഴിയാണ് നമ്മൾ ഈ റെക്കോർഡിംഗ് എല്ലാം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NRI ആയിരിക്കുന്ന ഒരാൾക്ക് ഗ്രോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഗ്രോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ കാണിക്കുന്നത് മറ്റൊരാളുടെ അക്കൗണ്ട് വെച്ചിട്ടാണ്. ഞാൻ ആദ്യം തന്നെ ഇത് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നു എന്ന് മാത്രം. നമ്മൾ ഈ ആപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ഒരു സെർച്ച് ബാർ ഉണ്ട്. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാം. പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് താഴോട്ട് നോക്കാം. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് അവിടെ കിടക്കുന്നതായിട്ട് കാണാം. ഈ മുകളിൽ കിടക്കുന്ന ഇത്രയും സംഭവങ്ങളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകൾ. ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സസ് എന്ന് വെച്ചാൽ എന്താണ്? സൂചിക. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഡെക്സസ്, സൂചികകൾ. അതാണ് ആ മേളിൽ കിടക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അവിടെ സാമ്പിളായിട്ട് Nifty 50 എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ Nifty 50 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ട് താഴെ 25,657.10 എന്നും കാണാം. അതെന്താണ്? ഇന്ന് ഈ സമയം നമ്മൾ ഈ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഉള്ള Nifty 50യുടെ വാല്യൂ ആണ്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? +82.75. അതായത് ഈ ഒരു ദിവസം താഴെ 1D എന്ന് കൊടുത്തിട്ടുണ്ട്. 1D എന്ന് പറഞ്ഞാൽ 1 ഡേ. ഈ ഒരു ദിവസം ഇത് മുകളിലോട്ട് പോയത് 82 പോയിൻറ്റ്സ് ആണ് എന്നാണ്. അപ്പോൾ ഈ ഗ്രാഫൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ട് നോക്കാം കാര്യങ്ങൾ എന്താണ് എന്ന്. നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പെർഫോമൻസ്. ഇത് ഈ Nifty 50 എന്ന് മാത്രമല്ല, നമ്മൾ മുമ്പോട്ട് പല കമ്പനികളുടെയും സ്റ്റോക്ക് ക്ലിക്ക് ചെയ്ത് അവരുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം സിമിലറാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് എന്നുള്ളതെല്ലാം സിമിലറാണ്. അവിടെ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് എന്താണ്? 25,449.25. അത് ഇന്നത്തെ ടുഡേയ്സ് ലോ, അതായത് ഇന്നത്തെ ഏറ്റവും ലോ. ഇന്നത്തെ ഏറ്റവും ഹൈ എന്താണ്? 25,672.80. അതായത് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും താഴെ പോയിരിക്കുന്നതും ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നതും അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ എന്താണ്? 52 വീക്സ് ലോയും 52 വീക്സ് ഹൈയും. 52 വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം. അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 52 ആഴ്ച ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ പറയുന്ന ഈ ഒരു സംഭവം, ഈ ഒരു ഇൻഡെക്സ് Nifty 50 എന്ന് പറയുന്ന ഇൻഡെക്സ് 21,743.65 വരെ താഴോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് എവിടെ വരെ പോയിട്ടുണ്ട്? 26,104.20 വരെ മുകളിലോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ അതെവിടെയാണ് നിൽക്കുന്നത്? ആ ഒരു ചെറിയ വൈറ്റ് ആരോ നിൽക്കുന്ന കണ്ടില്ലേ? ആ വൈറ്റ് ആരോ നിൽക്കുന്ന സ്ഥലത്താണ് അത് നിൽക്കുന്നത്. അത് എത്രയാണ്? 25,656.70. അപ്പോൾ ഇത് Nifty 50ക്ക് മാത്രമല്ല, നമ്മൾ ഈ ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷൻ കയറി നമ്മൾ ഏത് സ്റ്റോക്കോ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒന്നെന്താണ്? ഇന്നത്തെ ദിവസം അതിൻ്റെ പ്രൈസ് എത്ര താഴെ പോയി, എത്ര മുകളിലോട്ട് വന്നു, ഹൈ ഏതാണ്, ലോ ഏതാണ്, ഹൈ ഏതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ 52 ആഴ്ച എടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇത് എത്ര താഴെ, ഏറ്റവും താഴെ പോയിരിക്കുന്ന വാല്യൂ എത്രയാണ്, കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും മുകളിൽ പോയിരിക്കുന്ന വാല്യൂ ഏതാണ് എന്നാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ Nifty 50യിലുള്ള കമ്പനികൾ ഏതൊക്കെയാണ് എന്ന്. ഇൻഡെക്സ് ഫണ്ടിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീക്ക് ഇറക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് Nifty 50യിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അതായത് Nifty 50 എന്ന് പറഞ്ഞാൽ എന്താണ്? NSE. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, NSEയും BSE. അതിൽ NSE എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ് ഈ Nifty 50 എന്ന് പറയുന്നത്.
NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ടോപ്പ് 50 കമ്പനീസാണ് ഇവിടെ ഈ നിഫ്റ്റി 50-യിലുള്ളത്. അതിലേതൊക്കെയാണുള്ളത്? റിലയൻസ് ഉണ്ട്, HDFC ഉണ്ട്, ഭാരതി എയർടെൽ ഉണ്ട്, TCS ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്. അങ്ങനെ ഏറ്റവും ടോപ്പ് 50 കമ്പനീസാണ് ഈ നിഫ്റ്റി 50-യിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതല്ലാത്ത നിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല ഇൻഡിസസ് ഒക്കെ നമുക്ക് താഴെ കാണാം. നിഫ്റ്റി നെക്സ്റ്റ് 50 എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻഡിസസ് കാണാം. നമുക്ക് അത്രയും ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും നമുക്ക് പോകണ്ട. ഇനി നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് ആ ഗ്രാഫിലോട്ട് ഒന്നുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മൾ ഇത്രയും നേരം ആ ഗ്രാഫിൻ്റെ താഴെ 1D എന്ന് പറയുന്ന അവിടെയാണ് ക്ലിക്ക് ചെയ്തിരുന്നത്. 1D എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡേ. ഈ 1 ഡേ മാത്രമല്ല, നമുക്കത് 1 വീക്ക് ക്ലിക്ക് ചെയ്യാം. 1 വീക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്കിലെ ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്താണ് എന്ന് നമുക്കറിയാം. 1 മന്ത് ഉണ്ട്, 3 മന്ത്സ് ഉണ്ട്, 6 മന്ത്സ് ഉണ്ട്, 1 ഇയർ ഉണ്ട്, 5 ഇയർ ഉണ്ട്, ഓൾ ഉണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ കുറേ നാളത്തേക്ക്, അതായത് ഇത് ലിസ്റ്റ് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ അത്രയും നാളത്തെ മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആ ഓൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെറുതെ നമ്മൾ ആ ഗ്രാഫിൽ കൂടെ കൈ ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്തെയും കണ്ടില്ലേ, 14 ജൂൺ 2017 9857 ആയിരുന്നു നിഫ്റ്റി 50. അതിനുശേഷം 16 ജനുവരി 2019 ആയപ്പോഴത്തേക്ക് 11,570 ആയി. അതിനുശേഷം 5 ജൂൺ 2020 ആയപ്പോഴത്തേക്ക് 11,178 ആയി. നമുക്ക് ആ കോഡിൻ്റെ സമയത്തെ ഫോളോ നോക്കിയാൽ 13 ജാനുവരി 2020 ആയപ്പം 7,801 ആയി. അതായത് കോവിഡിൻ്റെ സമയത്ത് 7,000 ആയിരുന്നു ഈ നിഫ്റ്റി 50 ഫോളോ ചെയ്ത് താഴെ പോയത്. ഇന്ന് ഇത് നിൽക്കുന്നത് 25,653 ഏകദേശം 3-4 ഇരട്ടിയിലെത്തി. അപ്പോൾ സിമ്പിളായിട്ട് ആ ഗ്രാഫിൽ നമ്മളൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഓരോ സമയത്തും നിഫ്റ്റി 50യുടെ പ്രൈസ് എത്രയായിരുന്നു എന്നൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ നിഫ്റ്റി 50യുടെ 5 ഇയേഴ്സിൻ്റെ ചാർട്ട് എടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വലുതാക്കി നോക്കാം. വലുതാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പോലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്ന് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് ബാക്കി ഗ്രോ ആപ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഓൾറൈറ്റ്, നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്രണ്ട് പേജിലോട്ട്, അതായത് ഈ ഗ്രോ ആപ്പിൻ്റെ ഫ്രണ്ട് പേജിലോട്ട് തിരിച്ചു വന്നു. അവിടെ നമ്മൾ വന്നിട്ട് BSE സെൻസെക്സിൽ, അതായത് ആ നിഫ്റ്റി 50യുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന BSE സെൻസെക്സ്, അതായത് സെൻസെക്സ് എന്ന് പറയുന്നത് BSE രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ്. സെൻസെക്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതേപോലത്തെ ഗ്രാഫുകളും പെർഫോമൻസുകളും ഇൻഡിസസുകളും ഗ്രാഫും എല്ലാം നമുക്ക് കാണാം. 1 മന്ത്, 3 മന്ത്, 6 മന്ത്സിലെ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാം. എല്ലാ കാര്യങ്ങളും സിമിലറാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നോക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സിമിലറാണ്, ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, നിഫ്റ്റി ബാങ്കിലുള്ള കമ്പനീസ് ഏതൊക്കെയാണ്? HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, കൊട്ടാക് മഹേന്ദ്ര, ആക്സിസ് ബാങ്ക്, ഓൾ കമ്പനീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലുള്ള എല്ലാ ബാങ്കുകളും നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു ആപ്പ് അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ ഈ ഇൻഡിസസ് എല്ലാം കൊടുത്തിരിക്കുന്നത്? ഈ ഇൻഡിസസ് എല്ലാം കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം, ഈ ഇൻഡിസസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു സൂചികയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഓവറോൾ പിക്ചർ കിട്ടാനായിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നൊക്കെ പെട്ടെന്നൊന്ന് അറിയാനായിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ എല്ലാ ഇൻഡിസസും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ തന്നെ അത് കൊടുക്കുന്നത്. ഇനി നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോർ, ഹോൾഡിങ്സ്, പൊസിഷന്, ഓർഡേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം എക്സ്പ്ലോർ എന്ന് പറയുന്നൊരു സാധനം ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെയുള്ളത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ആ എക്സ്പ്ലോർ ടാബിൽ തന്നെ നമ്മൾ താഴോട്ട് പോയി നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന എന്താണ്? മോസ്റ്റ് ബോട്ട് ഓൺ ഗ്രോ. അതായത് ഗ്രോ ആപ്പിൽ, ഇത് ഹോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നുമല്ല, ഗ്രോ ഇവരുടെ തന്നെ ആപ്പിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം മേടിച്ചിട്ടുള്ള സ്റ്റോക്ക് ഏതാണ് എന്നാണ് കാണിക്കുന്നത്. അവിടെ അദാനി പവർ കാണിക്കുന്നുണ്ട്, റിലയൻസ് പവർ കാണിക്കുന്നുണ്ട്, ടാറ്റ ഗോൾഡ് കാണിക്കുന്നുണ്ട്. സി മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഏതൊക്കെയാണ് ഗ്രോ ആപ്പിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വെറുതെ അദാനി പവറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അദാനി പവറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അദാനി പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡേഷൻ പോലെ കാണിക്കുന്നൊന്നുമല്ല, ജസ്റ്റ് ഒരു സ്റ്റോക്ക് എടുത്ത് എന്തൊക്കെയാണ് എന്നൊക്കെ എങ്ങനെയാണ് നോക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റോക്കും കയറി നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അദാനി പവറിൽ കയറുന്നു. അദാനി പവറിൽ കയറുമ്പോൾ ഏറ്റവും മുകളിൽ എന്താണ്? അദാനി പവർ, അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഇപ്പോഴത്തെ വില 150.8985 ഇങ്ങനെ മാറുന്നുണ്ട്. അതാണ് അതിൻ്റെ ഇന്നത്തെ പ്രൈസ്. ഇനി ഇന്നത്തെ ഒരു ദിവസം 0.55% മുകളിലോട്ട് പോയത്. ഇത് പച്ച കളറിലാണ് ഇരിക്കുന്നത്. പച്ച കളറിൽ ഇരിക്കുകയാണെങ്കിൽ മുകളിലോട്ടാണ് പോയത്. അതിൻ്റെ കൂടെ തന്നെ തൊട്ടിപ്പുറത്ത് പ്ലസ് 0.83, അതായത് 83 പൈസ മുകളിലോട്ട് പോയി ഇന്നത്തെ ദിവസം. താഴോട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് പോയതെങ്കിൽ അത് -0.83 എന്നായിരിക്കും. പച്ച കളറിലായിരിക്കില്ല, റെഡ് കളറിലായിരിക്കും. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ 1 ഡേ, 1 വീക്ക് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ,
-4.92, അതായത് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ പ്രൈസ് 4 രൂപ 93 പൈസ താഴോട്ടാണ് പോയത്. അതിൻ്റെ പെർസെൻറ്റേജ് കണക്ക് എത്രയാണ്? 3.15% താഴോട്ടാണ് പോയത്. ഇനി വീക്ക് മാത്രമല്ല, നമ്മൾ 1 മന്ത് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3.05 റുപ്പീസ് മുകളിലോട്ടാണ് പോയത്. ഇനി അതേപോലെ 6 മന്ത്സ് എടുത്തു കഴിഞ്ഞാൽ 42 രൂപ മുകളിലോട്ട് പോയി. വെറും 6 മാസം കൊണ്ട് 42 രൂപ മുകളിലോട്ട് കയറി. 1 ഇയർ എടുത്തു കഴിഞ്ഞാൽ 34 രൂപ മുകളിലോട്ട് പോയി. 5 വർഷം എടുത്തു കഴിഞ്ഞാൽ 143 രൂപ 49 പൈസയാണ് മുകളിലോട്ട് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആകെയുള്ള വില 150.89 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാഫിൽ വെറുതെ ഇങ്ങനെ ഒന്ന് കൈ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്തെയും പ്രൈസ് ഏതാണ് എന്ന് നമുക്ക് ഹിസ്റ്റോറിക്കലി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ താഴോട്ട് വരുന്നു. നമ്മൾ നേരത്തെ കണ്ട പെർഫോമൻസ് ഇവിടെയുണ്ട്. 2 ഡേയ്സ് ലോ, 2 ഡേയ്സ് ഹൈ. അത് നോക്കുമ്പോൾ എത്രയാണ്? 146.71 വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത് 151-ലാണ്. ഇന്നത്തെ ദിവസം തന്നെ അത് 146.71 വരെ താഴെ പോയിട്ടുണ്ട്. അതേസമയം 151.75 വരെ മുകളിലോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത് 151.04 ആണ്. അപ്പോൾ അത് 151.75 വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കഴിഞ്ഞ 52 ആഴ്ച, അതായത് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 86.40 രൂപ വരെ താഴോട്ട് പോയിട്ടുണ്ട്. 182 രൂപ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കാണാം. ഇനി തൊട്ട് താഴെ കിടക്കുന്ന ഓപ്പൺ, പ്രീവിയസ് ക്ലോസ്, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വോളിയമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ തൊട്ട് താഴെ ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞ് 2 സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് താഴെ നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഈ അദാനി പവറിന് മാത്രമല്ല, നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്ത് നോക്കിയാലും മിക്ക സ്റ്റോക്കുകളുടെ താഴെയും ഇതേപോലെ ഒരു ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും കാണും. അപ്പോൾ എന്താണ് ഈ ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ട് എന്ന് അറിയാത്തവർ എത്രയും പെട്ടെന്ന് പോയി ChatGPTയിലോ ഗൂഗിളിലോ ഒക്കെ പോയി അടിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ താഴെ ടൈപ്പ് ചെയ്ത് ഉത്തരമായിട്ട് പറയുക. ഇനി അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഒരു ടേബിൾ കണ്ടില്ലേ, മാർക്കറ്റ് ഡെപ്ത്. അതാണ് അടുത്ത കോളം. അടുത്ത കോളം എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് ഡെപ്ത്. മാർക്കറ്റ് ഡെപ്ത് എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെ തന്നെ ബൈ ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സ്. ബൈ ഓർഡേഴ്സ് 43.06%, സെൽ ഓർഡേഴ്സ് 56.94%. അതായത് ഇപ്പോൾ അദാനി പവർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിന് വന്നിരിക്കുന്ന ഓർഡേഴ്സിൽ, അതായത് കുറേ ആളുകൾ ബൈ ചെയ്യാനും കുറേ ആളുകൾ സെല്ല് ചെയ്യാനും ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ഓർഡേഴ്സിൽ 43% ബൈ ചെയ്യാനാണ്, ബാക്കി 56.94% ആളുകൾ സെല്ല് ചെയ്യാനാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. ഇനി ആ ടേബിളിൻ്റെ തന്നെ ഏറ്റവും താഴെ നമ്മൾ ബിഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 26,18,545 ക്വാണ്ടിറ്റി വാങ്ങിക്കാനുള്ള ഓർഡർ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതേസമയം 34,62,535 ഓർഡേഴ്സ്, അത്രയും ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനുള്ള ഓർഡറും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിക്കാനും ഇത്രയും ക്വാണ്ടിറ്റി വിൽക്കാനും ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വിറ്റ് ഈ ഓർഡേഴ്സൊക്കെ അങ്ങ് സെറ്റിലാക്കി കൂടെ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ ടേബിളിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ കൃത്യമായിട്ടൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 151.01 മേടിക്കാൻ തയ്യാറായിട്ട് എത്ര പേരുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 1996 ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് നമുക്കവിടെ കാണാം. പക്ഷേ തൊട്ടപ്പുറത്ത് സെല്ല് ചെയ്യാൻ റെഡിയായിട്ട് 151.01 ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ബൈ ഓർഡർ എക്സിക്യൂട്ട് ആവാതെ അവിടെ ഇരിക്കുന്നത്. നമുക്ക് സെൽ ഓർഡറിൻ്റെ ആ സൈഡ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത്, അതായത് 151.04 റുപ്പീസ് തന്നാൽ ഈ സ്റ്റോക്ക് തരാം എന്ന് പറഞ്ഞ് റെഡിയായിട്ട് ആളുകൾ നിൽപ്പുണ്ട്. അതിൻ്റെ താഴോട്ട് 151.09 വരെ നമുക്ക് കാണാം. അത്രയും പൈസ തന്നാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് തന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബിഡ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ബൈ ചെയ്യാൻ നിൽക്കുന്നവർ കൊടുക്കാൻ റെഡി ആയിട്ടുള്ള പൈസ എത്രയാണ്? 151.01 വരെയാണ് മാക്സിമം ബിഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് താഴോട്ടുള്ള പ്രൈസിൽ വന്നാൽ മാത്രമേ ഇവർക്ക് ഇത് മേടിക്കാൻ പറ്റൂ. ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു സെക്ഷൻ, അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മാർക്കറ്റ് ഡെപ്തിൻ്റെ ടേബിൾ ഒന്ന് പോസ് ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് അത് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നേ ഉള്ളൂ. അതായത് സെല്ല് ചെയ്യാൻ കുറേ പേര് ഇരിപ്പുണ്ട്. സെല്ല് ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരു വില പറഞ്ഞിട്ടുണ്ട്. ആ വില തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാം. അതേസമയം ബൈ ചെയ്യാൻ പോകുന്നവരും ഇത്ര രൂപയെ ഞങ്ങൾക്ക് തരാൻ തയ്യാറാവുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരും ഒരു വില പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വെറുതെ കയറി മാർക്കറ്റിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും. നമ്മളൊന്നും ഈ ടേബിൾ എപ്പോഴും നോക്കേണ്ട ആവശ്യം പോലും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് മിക്ക ആളുകളും ടേബിൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ട്രേഡൊക്കെ ചെയ്യുന്നവർ ഈ ടേബിളൊക്കെ എപ്പോഴും കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ആ ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ വരെ നമ്മൾ കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മൾ ആ ടേബിളിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതായിട്ട് എന്താ കാണുന്നത്? ഫണ്ടമെൻറ്റൽസ്. അതായത് നമ്മൾ ഈ എടുത്തു വച്ച ഈ സ്റ്റോക്കിൻ്റെ, ഈ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ്, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ. അവിടെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, അതായത് 2,89,367 കോടി രൂപ, അതാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതേപോലെ തന്നെ അതിൻ്റെ PE റേഷ്യോ, PB റേഷ്യോ, ഇൻഡസ്ട്രി PE റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, ബുക്ക് വാല്യൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് വളരെ ബ്രീഫായിട്ട് ഈ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് നമുക്കവിടെ പറഞ്ഞു തരുന്ന കാര്യമാണ്. ഈ ഫണ്ടമെൻറ്റൽസിലെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ മേ ബി നമ്മളൊരു സ്റ്റോക്ക് അനാലിസിസ് നടത്തുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. ആ സമയത്ത് വേണമെങ്കിൽ സാധാരണ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന പോലെ ഈ PE റേഷ്യോ എന്താണ്, PB റേഷ്യോ എന്താണ്, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്പ്ലനേഷൻ ആണല്ലോ. അതിനുശേഷം ഈ ഫണ്ടമെൻറ്റൽസിൻ്റെ തൊട്ട് താഴെ ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറേ ഗ്രീൻ വരകൾ നമുക്കിങ്ങനെ കാണാം. അവിടെ എന്താണ്? ആദ്യത്തേത് റവന്യൂ. ആ റവന്യൂവിൽ തന്നെ നമുക്ക് കാണാം സെപ്റ്റംബർ 2024. അതിൻ്റെ തൊട്ട് താഴെ അവർ എഴുതിയിട്ടുണ്ട് ഓൾ വാല്യൂസ് ആർ ഇൻ CR. CR എന്ന് പറഞ്ഞാൽ ക്രോർസ്. അതായത് ഈ വാല്യൂസ് എല്ലാം കോടികളിലാണ്. അല്ലാതെ അദാനി പവറിൻ്റെ സെപ്റ്റംബർ 2024 അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഒരിക്കലും 14,000 രൂപയാവാൻ വഴിയില്ല. അപ്പോൾ അത് 14,063 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 2024 14,063 കോടി രൂപ, ഡിസംബർ 2024 14,833 കോടി രൂപ, സെപ്റ്റംബർ 2025 ആ സമയത്ത് എന്താണ്? 14,308 കോടി രൂപയാണ് ഈ കമ്പനിയുടെ റവന്യൂ. അത് ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് റവന്യൂ ആണ്. നമ്മളിപ്പോൾ കണ്ടത് റവന്യൂ ആണ്. ഇനി അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് പ്രോഫിറ്റ് കിടപ്പുണ്ട്. അതായത് ഒരു കമ്പനിക്ക് റവന്യൂ ഉണ്ടായിരിക്കും, പ്രോഫിറ്റും ഉണ്ടായിരിക്കും. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പം എനിക്കൊരു ബേക്കറി ഷോപ്പുണ്ട്. ആ ബേക്കറിയിൽ ഞാൻ 200 രൂപയുടെ കേക്ക് ഇന്ന് 5 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ റവന്യൂ 1000 രൂപയാണ്. പക്ഷേ എൻ്റെ പ്രോഫിറ്റ് 1000 ആയിരിക്കില്ല. കാരണം എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ 50 രൂപ ചിലവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 150 രൂപ ചിലവുണ്ടെങ്കിൽ 50 രൂപയായിരിക്കും എനിക്ക് ഒരു കേക്കിലെ പ്രോഫിറ്റ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ കമ്പനികളുടെയും പ്രോഫിറ്റ്. അപ്പം റവന്യൂ 14,000 ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സെപ്റ്റംബർ 2024 അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,298 കോടി രൂപ. അതേപോലെ ഓരോ മാസത്തെ, അതായത് 2024 ഡിസംബർ, മാർച്ച് 2025, ജൂൺ 2025, സെപ്റ്റംബർ 2025 2,906 കോടി രൂപയാണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റ്. ഇനി അതിൻ്റെ പ്രോഫിറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താ കിടക്കുന്നത്? നെറ്റ് വർത്ത്. അതായത് ഈ കമ്പനിയുടെ മുഴുവൻ നെറ്റ് വർത്ത് എത്രയാണ് എന്നുള്ളതാണ്. 2021 13,000 കോടി രൂപയായിരുന്നു ഈ കമ്പനിയുടെ ടോട്ടൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ 2025 ഈ കമ്പനിയുടെ ടോട്ടൽ നെറ്റ് വർത്ത് എത്രയാണ്? 57,674 കോടി രൂപ. അപ്പോൾ ഈ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഒന്ന് താഴോട്ട് വന്നാൽ അവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അത് മുമ്പേ ഉള്ള വർഷങ്ങളിലൊക്കെ, അതായത് ജൂൺ 2025, ഡിസംബർ 2024, സെപ്റ്റംബർ 2024 ഒക്കെ മുകളിൽ നമുക്ക് കാണാം. പക്ഷേ നമ്മളിപ്പോൾ സെപ്റ്റംബർ 2025 ഒന്ന് ചൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണ്? പ്രൊമോട്ടേഴ്സ് 74.96%. അതായത് ഈ കമ്പനിയുടെ മുഴുവൻ ഷെയറിൻ്റെയും 74% ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേണമെങ്കിൽ ഈ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അദാനി പവറിൻ്റെ ഓണേഴ്സ് ആരാണെന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ തൊട്ട് താഴെ 11.53% ഷെയർ ഹോൾഡിംഗ് ആർക്കാണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വലിയ കമ്പനീസ്, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസാണ് 11% ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന എന്താ? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി സ്റ്റോക്ക്, ഈ ഷെയർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എത്ര ശതമാനമാണ്? 10.81% മാത്രമാണ് ഈ അദാനി പവർ ഹോൾഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ എന്താ കിടക്കുന്നത്? മ്യൂച്വൽ ഫണ്ട്സ്. അതായത് നമ്മൾ പല മ്യൂച്വൽ ഫണ്ടുകളിലും ഈ അദാനി പവർ അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ആരെങ്കിലും വന്ന് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചാൽ ആ മ്യൂച്വൽ ഫണ്ട് ഈ ഷെയർ വാങ്ങിക്കുന്നുണ്ടല്ലോ, അങ്ങനെയും നമുക്ക് ഈ അദാനി പവറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേക്കാം.
അപ്പം അങ്ങനെ എത്ര ശതമാനമാണ്? 2.69%. ഇനിയിപ്പോൾ പിന്നെ ഒരു 0.01%, അതായത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കുറച്ച് പെർസെൻറ്റേജ് അതർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയല്ലോ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊമോട്ടേഴ്സിന് ഈ 74% ഹോൾഡിംഗ് ഒന്നും ചിലപ്പോൾ കാണില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നു ഓരോ കമ്പനിയിലും, നമുക്കത് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും നേരം ഓവർ വ്യൂ എന്ന് പറയുന്ന ടാബാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറം ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് ഇവിടെ നിന്നും വായിക്കാം. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താണ്? ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് എന്നാണ് അടുത്ത് തന്നെ വരുന്നത്, അതല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് എപ്പോഴേലും നടക്കുന്നുണ്ടോ, ഇനി ഡിവിഡൻഡ് വല്ലതും വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവൻ്റ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇവൻറ്റ്സോ എന്തെങ്കിലും നമുക്ക് അവിടെ കാണാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. തിരിച്ച് ആദ്യത്തെ ഗ്രോ ആപ്പിൻ്റെ തന്നെ എക്സ്പ്ലോർ പേജിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ നമുക്കൊരു ടാബ് കാണാം, പ്രോഡക്ട്സ് ആൻഡ് ടൂൾസ്. അതായത് ഗ്രോ എന്ന് പറയുന്ന ഈ ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന കുറച്ച് പ്രോഡക്ട്സും ടൂൾസും നമുക്ക് നോക്കാം. ആദ്യം തന്നെ കിടക്കുന്നത് MTF എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവറേജ് കിട്ടും. അതായത് 1000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് 5 ഇരട്ടി, 1000ൻ്റെ 5 ഇരട്ടിയോ 4 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലെവറേജ് നമുക്ക് തരും. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അന്ന് വാങ്ങിച്ചാൽ അന്ന് തന്നെ വിൽക്കും. കാരണം അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ബ്രോക്കേഴ്സ് നമുക്ക് കുറച്ച് പണം ലോണായിട്ട് തരുന്ന സിസ്റ്റമാണ് ഈ MTF എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ ഈ MTF ഫെസിലിറ്റി നമുക്ക് അവൈൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നത് പോലെ തന്നെയാണ്. നമുക്ക് ഓരോ ദിവസം നമ്മൾ ഇത്ര എമൗണ്ട് ലോണായിട്ട് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇൻട്രസ്റ്റോ അതല്ലെങ്കിൽ ഡെയിലി റെൻ്റ് എന്നോ അത് ഏതെങ്കിലും തരത്തിലായിരിക്കും അവരതിനെ വിളിക്കുന്നത്, അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കിൽ നമ്മളത് വിൽക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം പ്രോഫിറ്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പൈസ നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് MTF, എങ്ങനെയാണ് MTF എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് അവിടെ കാണാം. ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. MTF ഒക്കെ ഒരു ബിഗിനർ ആണെങ്കിൽ ഇപ്പം തന്നെ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന എന്താണ്? ഇവൻറ്റ്സ്. നമ്മൾ നേരത്തെ അദാനി പവറിനകത്തൊരു ഇവൻറ്റ്സ് കണ്ടു. ഇതല്ല, ഇത് മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ. അതായത് ഇപ്പം ഇവിടെ കാണാം 11th നവംബർ ടു 26th നവംബർ ഈ ഒരു ആഴ്ചയിൽ നടക്കുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പലതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. IMFAയുടെ ഡിവിഡൻഡ് എക്സ് ഡേറ്റ് കഴിഞ്ഞു. കുറച്ചങ്ങോട്ട് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ഡേറ്റ് ഉണ്ട് പല കമ്പനികളുടേത്. അങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഇവൻറ്റുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്, ഈ ആഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന എന്താണ്? ETF എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ദിവസം തന്നെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് നമുക്ക് വേണമെങ്കിൽ ETF-നെ വിളിക്കാം. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നിപ്പോൺ ഇന്ത്യ സിൽവർ ETF, നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് ബീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ETFകൾ നമുക്കിവിടെ കാണാം. ഇനി ETF കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താണ് കിടക്കുന്നത്? IPO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ IPO എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത്. അതപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് കമ്പനി എടുത്തോ, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത് ഏത് കമ്പനിയും ഇതേപോലൊരു IPO പ്രോസസ്സിൽ കൂടാണ് വന്നത്. അവരൊരു ദിവസം രാവിലെ എണീക്കുമ്പം ഇതങ്ങ് എന്നാൽ പിന്നെ ഇന്നോട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടേക്കാം അങ്ങനെയല്ല വരുന്നത്. ഇതിനൊരു പ്രോസസ്സ് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യണം. ആദ്യം തന്നെ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആദ്യം തന്നെ ഇത് വാങ്ങിക്കാൻ, അതായത് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇത് വാങ്ങിക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ IPO എന്ന് പറയുന്നത്. നമ്മളത് വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും പ്രോഫിറ്റ് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആളുകൾ ഈ IPOയുടെ പുറകെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, നമ്മൾ നല്ല ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനി, അപ്പോൾ ആ കമ്പനി IPOയുടെ സമയത്ത് നമുക്ക് പൈസ ബിഡ് ചെയ്യാം. അതായത് 50 രൂപ 60 രൂപ അങ്ങനെയൊക്കെ നമുക്ക് ബിഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 60 രൂപ കൊടുത്താണ് ഞാൻ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചതെന്ന് കരുതുക. എനിക്ക് ഒരു ലോട്ടായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, ഒന്നായിട്ടല്ല. മേ ബി ഒരു 10 എണ്ണോ 20 എണ്ണത്തിൻ്റെ ലോട്ട് ഞാൻ വാങ്ങിച്ചു എന്ന് കരുതുക. ഇത് അതിനുശേഷം ഒരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല കമ്പനികളാണെന്നുണ്ടെങ്കിൽ IPO അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത ആളുകളുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഇത് ലിസ്റ്റ് ആകുമെന്ന് അറിഞ്ഞിട്ട് വാങ്ങിക്കാൻ വരുന്ന ആളുകളുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് ചിലപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ IPOയിൽ നിന്ന് വാങ്ങിച്ച സ്റ്റോക്ക് എനിക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ, അതായത് ലിസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ വിറ്റ് വേണമെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ താഴോട്ട് ഇടിഞ്ഞു പോകാനുള്ള ചാൻസസും ഉണ്ട്. നമ്മൾ ഈ റീസെൻ്റായിട്ട് കണ്ട പല IPOസിലും ഇതാണ് സംഭവിച്ചത്.
ആദ്യം IPO വഴി അപ്ലൈ ചെയ്ത് മേടിച്ച് പൈസ ഒരുപാട് നഷ്ടപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ഒരെണ്ണം വല്ലതും വാങ്ങിക്കാം എന്നുള്ളതല്ലാതെ നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് IPO വഴി ഒരുപാട് പണം ഉണ്ടാക്കാമെന്നുള്ളൊരു തോന്നലോടുകൂടി IPOയിലൊന്നും ചെന്നിറങ്ങണമെന്ന് നിർബന്ധമില്ല. വീണ്ടും ഇത് IPO പറ്റിയുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചിതിലേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് കാണുന്നത്? നമ്മൾ IPO ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്ന IPO ഇതൊക്കെയാണ്. പൈൻ ലാബ്സ്, ഫിസിക്സ് വാല, ഇതെല്ലാം ഇന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്ന IPOs ആണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള IPOs, ഞാൻ ഇതുവഴി നമ്മുടെ ഈ ബ്രോക്കർ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്തിട്ടുള്ള, ഇവിടെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ക്ലോസ് ചെയ്ത്, അതായത് ഇപ്പം റീസെൻ്റ്ലി IPO കഴിഞ്ഞ് IPO ക്ലോസ് ചെയ്തത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഗ്രോ ആപ്പ് ഈ റീസെൻ്റ്ലി ആയിരുന്നു IPO കഴിഞ്ഞത്. ലെൻസ് കാർട്ട്, അങ്ങനെ ഒരുപാട് കമ്പനീസ് നമുക്ക് അവിടെ കാണാം. ഇനി തൊട്ടപ്പുറത്ത് എന്താണ്? അപ്കമിങ്, ഇനി അടുത്ത് വരാൻ പോകുന്ന IPOs എന്തൊക്കെയാണ് എന്ന് നമുക്കിവിടെ കാണാം. IPO അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്കമിങ് IPOയുടെ ഏതെങ്കിലും ഒരു കമ്പനി ക്ലിക്ക് ചെയ്ത് അവരുടെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ച് നല്ല കമ്പനിയാണോ എന്ന് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ എക്സ്പ്ലോർ പേജിലേക്ക് വരുന്നു. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളോടെ കാണിക്കാം. അതായത് നമ്മൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ മെയിൻ ബോർഡ് IPOs, അവിടെ നമുക്ക് 2-3 IPO തിരുത്തി വെച്ചിരിക്കുന്നത് കാണാം. അതിലേതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, പ്രൈസ് റേഞ്ച് എത്രയാണ്, നമുക്ക് ബിഡ് ചെയ്യേണ്ട പ്രൈസ് റേഞ്ച് എത്രയാണ്, IPO ഓപ്പൺ ഡേറ്റ് എന്നാണ്, IPO ക്ലോസ് ഡേറ്റ് എന്നാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഈ കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതായത് ഈ കമ്പനി ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ്, ഇപ്പോൾ IPO സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് എന്തൊക്കെയാണ്, ആ കമ്പനിയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇവിടെ കയറി വായിച്ച് നോക്കാൻ പറ്റും. നമ്മൾ IPOയിലോട്ട് ഒന്നും ഒരുപാട് കയറി പോകുന്നില്ല. നമുക്ക് എക്സ്പ്ലോർ പേജിലേക്ക് തിരിച്ച് വന്നിട്ട് നമ്മൾ പിന്നെ താഴോട്ടൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് ടോപ്പ് മൂവേഴ്സ് ടുഡേ എന്ന് പറഞ്ഞ് കാണാം. ടോപ്പ് മൂവേഴ്സ് ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൈസ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ടാബ് കിടക്കുന്നത് എന്താണ്? ഗെയിനേഴ്സ്. ഗെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മുകളിലോട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇന്ന് പ്രൈസ് ഗെയിൻ ചെയ്ത കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ലാർജ് ക്യാപ്പ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോളാർ ഇൻഡസ്ട്രീസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, BPCL, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇതെടുത്ത് നോക്കുന്ന ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രൈസ് മുകളിലോട്ട് പോയ കമ്പനീസ്. അത് ലാർജ് ക്യാപ്പിൽ. ഇനി മിഡ് ക്യാപ്പിലുള്ള കമ്പനി എടുത്താൽ എന്താണ്? വോഡാഫോൺ ഐഡിയ, BHEL, നാൽക്കോ, ഈ കമ്പനീസൊക്കെയാണ്. മാർക്കറ്റ് ട്രെൻഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കമ്പനീസ് നമുക്ക് കാണാം. ഇനി ഇതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മുകളിലോട്ട് പോയ സ്മോൾ ക്യാപ്പ് കമ്പനീസ് ഏതൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ കോപ്പർ, ജ്യോതി CNC ഓട്ടോമേഷൻ, KEC ഇന്റർനാഷണൽ, ഇങ്ങനെ കുറച്ച് കമ്പനീസ് നമുക്കിവിടെ കാണാം. ഇനി ടോപ്പ് മൂവേഴ്സ് ആണ്. ടോപ്പ് മൂവേഴ്സിലെ ടോപ്പ് ലൂസേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പണം നഷ്ടമെന്നല്ല, പ്രൈസ് താഴോട്ട് പോയ കമ്പനീസ് ഏതൊക്കെയാണ്? അതപ്പോൾ എന്താണ്? HBL എഞ്ചിനീയറിംഗ്, ഇത് സ്മോൾ ക്യാപ്പിലുള്ള കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പ്രൈസും കൊടുത്തിട്ടുണ്ട് -89. ഒരു ദിവസം 89 രൂപ താഴോട്ട് പോയി. ഏകദേശം എത്ര പെർസെൻറ്റേജ് ആണ്? 8.15% ഒരു ദിവസം ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോയി എന്നാണ്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. ലാർജ് ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, അത് ഒരു ദിവസം തന്നെ 80 രൂപ താഴോട്ട് പോയി, 7% ഫോൾ. ബജാജ് ഫിൻസർവ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. അപ്പോൾ അങ്ങനെ ടോപ്പ് മൂവേഴ്സ് നമുക്ക് ഈ സെക്ഷനിൽ നിന്നും കണ്ടുപിടിക്കാം. ഇനി മോസ്റ്റ് ട്രേഡഡ് ഇൻ MTF, ഞാൻ നേരത്തെ പറഞ്ഞ MTF ഫെസിലിറ്റി ഉപയോഗിച്ച് മോസ്റ്റ് ട്രേഡ് ചെയ്തത് ഏതൊക്കെയാണ് എന്നാണ്. അതിനുശേഷം ടോപ്പ് ഇൻട്രാഡേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കമ്പനികൾ ഏതൊക്കെയാണ് എന്നാണ്. അതിന് തൊട്ട് താഴെ പോപ്പുലർ ETF ഫോർ SIPs, അതായത് SIP തുടങ്ങാനായിട്ട് ആളുകൾക്ക് ETF യൂസ് ചെയ്യാം. അപ്പോൾ അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏതാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ അത്ര വലിയ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഏറ്റവും താഴെ എന്താണ്? സ്റ്റോക്സ് ഇൻ ന്യൂസ്, ഇന്ന് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് അവിടെയും കാണിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഈ ഗ്രോ ആപ്പിൻ്റെ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കിടക്കുന്ന മുകളിൽ ഒരു സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ HDFC ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ HDFC എന്ന് ടൈപ്പ് ചെയ്യുക. HDFCയിലേക്ക് കയറുക. HDFCയിലേക്ക് കയറുന്ന സമയത്ത് HDFC ബാങ്ക്, അതിൻ്റെ പ്രൈസ് 989 രൂപ 15 പൈസ. അതിൻ്റെ തൊട്ട് താഴെ ഒരു ദിവസത്തെ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 4 രൂപ, 4.65 റുപ്പീസ് ഒരു ദിവസത്തെ ചേഞ്ച്. നമ്മൾ നേരത്തെ ഇതെല്ലാം കണ്ടതാണ്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഗ്രാഫ് കാണാം, അതിൻ്റെ പെർഫോമൻസ് കാണാം. ഗ്രാഫ് തന്നെ നമുക്ക് 1 ഡേ, 1 വീക്ക്, 1 മന്ത്, 3 മന്ത്സ്, 6 മന്ത്സ് ഒക്കെ നമുക്ക് കാണാം. ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ടായിട്ട് നമുക്ക് കാണാം. അതല്ലെങ്കിൽ സിമ്പിൾ ഗ്രാഫായിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഡെപ്ത്, ഫണ്ടമെൻ്റൽസ്, പെർഫോമൻസ്, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഫിനാൻഷ്യൽസ്, ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ കണ്ടില്ലേ? ഷെയർ ഹോൾഡേഴ്സ് പാറ്റേണിനകത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് 48%. പ്രൊമോട്ടേഴ്സിന് ഇവിടെ കാണുന്നത് തന്നെ ഇല്ല. പ്രൊമോട്ടേഴ്സ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത് നമുക്കറിയില്ല.
അപ്പോൾ സിമിലർ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഓൾറെഡി ആ അദാനി പവർ എടുത്തപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ എടുത്താണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ഈ എടുക്കുന്ന എല്ലാം വെറുതെ സാമ്പിളായിട്ട് എടുക്കുന്നതാണ്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ ആ ഗ്രാഫ് എടുത്തിട്ട് ആ ഗ്രാഫിൽ കൂടെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഓരോ സമയത്ത് ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് പോകുന്നു. ഫ്രണ്ട് പേജിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആഡ് മണി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്സ് ഒക്കെ വാങ്ങിക്കാനോ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനോ ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ആഡ് മണി കൊടുക്കുന്നു. ആഡ് മണി കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പൈസ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് UPI ഓപ്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. UPI ഓപ്ഷൻസ് കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ UPI പ്രോസസ്സിന് വേണ്ടിയിട്ട് UPI പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടായിരിക്കാം. നമുക്ക് ഒരു OTP വരും. OTP നമ്മൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ നമുക്ക് ആഡായി കിട്ടുന്നതാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡായി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, UPI ഓപ്ഷൻസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ താഴെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാം. ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ UPI സെറ്റിങ്സ്, മാനേജ് UPI ID, നമുക്ക് ഓൾറെഡി ആഡ് ചെയ്ത UPI ID നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. നമ്മൾ മേളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ പേജിൻ്റെ ഏറ്റവും മുകളിലത്തെ നമ്മുടെ ആ പ്രൊഫൈലിൻ്റെ ആ പേജിലൊന്ന് ക്ലിക്ക് ചെയ്ത്, പ്രൊഫൈലിൻ്റെ ആ ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ UPI വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആഡ് മണി കൊടുക്കുക. എത്ര രൂപയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന്. ഇവിടെ ഇപ്പോൾ 1000 രൂപ നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ UPI പേയ്മെൻറ്റ് നടക്കുന്നത് പോലെ തന്നെ ദി പേയ്മെൻറ്റ് സക്സസ്ഫുൾ. 1000 രൂപ നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ 1000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡഡ് ആയിരിക്കും. നമ്മുടെ ബാങ്കിൽ നിന്നും 1000 രൂപ പോയി ഇവിടെ 1000 രൂപ കയറിയിട്ടുണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, വിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് അതിൻ്റെ SIP എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാൻ വളരെ റാൻഡമായിട്ട് ഒരു സ്റ്റോക്ക് എടുത്തിരിക്കുകയാണ്. ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ റാൻഡമായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു റെക്കമെൻഡേഷനും ഇല്ല. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു, പഞ്ചാബ് നാഷണൽ ബാങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. ചാർട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ചാർട്ട് ചെക്ക് ചെയ്യുന്നു. നമുക്ക് ഏതെങ്കിലും പ്രൈസിൻ്റെ എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നു, ആ പ്രൈസിലാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ കൊടുക്കുന്ന സമയത്ത് ഒരു ഓർഡർ ഫോം ഓപ്പൺ ആയിട്ട് വരും. ഓർഡർ ഫോമിൽ ആദ്യം അതിൻ്റെ മുകളിൽ തന്നെ ഈ കമ്പനിയുടെ പേരുണ്ടായിരിക്കും. അതിൻ്റെ താഴെ ഡെലിവറി, ഇൻട്രാഡേ, MTF അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മളത് വാങ്ങിക്കുന്നു, നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു കുറേ നാളത്തേക്ക്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇന്ന് തന്നെ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാമായിരിക്കും. ഇനി ക്വാണ്ടിറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ ഓർഡർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ കാണും റെഗുലർ ഓർഡർ, SL ഓർഡർ, GTT ഓർഡർ എന്നുള്ളത്. ഓർഡർ ഫോമിൽ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എന്താണെന്ന് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ 16ാമത്തെ മിനിറ്റ് തൊട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റിലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ്. അവിടെ ഉപയോഗിക്കുന്നത് ഗ്രോ ആപ്പ് അല്ല, വേറൊരു ആപ്പാണ്. പക്ഷേ എല്ലാ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലും ഈ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് ഈ SL ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, GTT ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇതിൽ ആക്ച്വലി വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈസിലാണ് വാങ്ങിക്കേണ്ടത് എങ്കിൽ ആ പ്രൈസ് ആവുന്ന സമയത്ത് ബൈ ഓർഡർ പോവുക. അതല്ലെങ്കിൽ പ്രൈസ് താഴോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഒരു പരിധിയിൽ താഴെ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമില്ല, അപ്പം ഒരു പരിധി താഴെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് സെല്ലാക്കിക്കുക. ഇങ്ങനത്തെ ഓർഡേഴ്സ്, അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൈസ്, ഞാൻ എപ്പോഴും ഈ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇതിൻ്റെ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ വീഡിയോയുടെ 16ാമത്തെ മിനിറ്റ് തൊട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റിനുള്ളിൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് കാണുക. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് വിൽക്കുന്നത്. നമ്മളിവിടെ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് കൊടുക്കുന്നു, റെഗുലർ ഓർഡർ എടുക്കുന്നു. റെഗുലർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ്, നമ്മൾ നേരത്തെ ആ ബിഡിൻ്റെ ആ ചാർട്ടൊക്കെ കണ്ടു, അവിടെ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് പ്രൈസിൽ നമ്മൾ അങ്ങ് വാങ്ങിക്കുന്നു എന്നാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്ത കൃത്യമായിട്ടുള്ള പ്രൈസിലൊക്കെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അവിടെ നിന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ബ്രോക്കർ അക്കൗണ്ടിൽ പൈസ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്യുക, ബൈ സക്സസ്ഫുള്ളി നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് ഈ ഗ്രോയുടെ തന്നെ ഏറ്റവും ഫ്രണ്ടിലത്തെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം എക്സ്പ്ലോർ പേജാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു പേജില്ലേ, ആ ഹോൾഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അവിടെ കാണാം. പിന്നെ തൊട്ടിപ്പുറത്ത് പൊസിഷൻ ഉണ്ട്. ഇപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇൻട്രാഡേ ട്രേഡിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു,
അപ്പോൾ അതവിടെ പൊസിഷനിൽ കിടപ്പുണ്ടായിരിക്കും. കാരണം നമുക്കത് ഇന്ന് തന്നെ വിറ്റൊഴിവാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷൻ കാണും. ഇനി ഓർഡേഴ്സ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് ആകുമ്പോൾ വാങ്ങിക്കുക, ഈ ഒരു പ്രൈസിലൂടെ താഴോട്ട് വന്നാൽ വിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ആ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല, ആ ഓർഡർ എന്തെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇനി ഇവിടെ എന്താണ് എക്സിക്യൂട്ട് ആയ ഒരു ഓർഡർ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിനി ഹോൾഡിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് വിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ തന്നെ സെല്ല് കൊടുക്കുക. സെല്ല് കൊടുത്തതിന് ശേഷം അവിടെയും നമ്മൾ ഡെലിവറി തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ഡെലിവറി കൊടുത്തിട്ട് നമ്മളിപ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് സെല്ല് ചെയ്യുകയാണ്. ഇവിടെയും ഓർഡർ ഫോമിനകത്ത് പല ഓർഡർ ടൈപ്പുകളും ഉണ്ട്. അതും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പക്ഷേ ഇവിടെ റെഗുലർ ഓർഡർ എടുക്കുന്നു. മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആവുന്ന, ഇപ്പോൾ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് അവൈലബിൾ ആവുന്ന ബിഡ് പ്രൈസിൽ തന്നെ നമ്മൾ സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഗ്രോയുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനും വിൽക്കാനും. കുറച്ചെങ്കിലും കോംപ്ലിക്കേഷൻ വരുന്ന എപ്പോഴാണ്? നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓർഡർ ടൈപ്പിനകത്ത് ഒരു SL ഓർഡറോ GTT ഓർഡറോ ഒക്കെ കൊടുക്കുന്ന സമയത്താണ്. അതും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ആ വീഡിയോയിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഓർഡർ ടൈപ്പ്, ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് കാണേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുക. ഞാൻ വളരെ റാൻഡമായിട്ട് ആദ്യം തന്നെ ഇവിടെ കിടക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ വെറുതെ അങ്ങ് എടുക്കുകയാണ്. അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് എന്താണ് SIP എമൗണ്ട് നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ ഒരു SIP എമൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഡേറ്റ്, എല്ലാ മാസവും ഏത് ഡേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് SIP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണാം, നമ്മുടെ മെയിൽ ID-യിലോട്ടും നമ്മുടെ ഫോൺ നമ്പറിലോട്ടും OTP വരും. അത് വരിക, കൺഫേം ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ആപ്പ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് കണ്ടു. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ, കാരണം എനിക്കറിയില്ല ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ഏത് പോർഷനാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഇനി ഞാൻ വിട്ടുപോയിട്ടുള്ളതോ മിസ്സായിട്ടുള്ളതോ, അതല്ലെങ്കിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ഏത് പോർഷനാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതൊന്ന് മെൻഷൻ ചെയ്താൽ ഞാനൊരു ഷോർട്ട് വീഡിയോയോ ഒരു ഷോർട്സ് ആയിട്ടോ അതല്ലെങ്കിൽ ഇനി ഒരു ഫുൾ വീഡിയോ ആയിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഗ്രോ ആപ്പ് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.